ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, 2025 ഇനി ഏതാനും ദിവസം കഴിയുമ്പോൾ വരും. ഈ 2025 നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കാരണം കർത്താവ് യേശു മിശിഹ ജനിച്ചിട്ട് 2025 വർഷം പൂർത്തിയാവുകയാണ്. ഈശോയുടെ ജൂബിലിയാണ്. കത്തോലിക്ക സഭയിൽ ഈശോ ജനിച്ച എല്ലാ 25 വർഷങ്ങളും സാധാരണ ജൂബിലി ആയിട്ട് ആഘോഷിക്കണമെന്ന് സഭയുടെ പാരമ്പര്യമുണ്ട്, സഭയുടെ നിയമ പഠനമുണ്ട്. അതനുസരിച്ച് നമ്മൾ ഈ വർഷം ജൂബിലി ആഘോഷിക്കുകയാണ്. 2024 ഡിസംബർ മാസം 24-ാം തീയതി റോമിലെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വാതിൽ തുറന്നുകൊണ്ട് ജൂബിലി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ എല്ലാ കത്തീഡ്രൽ പള്ളികളിലും ഡിസംബർ 29-ാം തീയതിയാണ് ഈ ജൂബിലി ഉദ്ഘാടനം നടത്തുന്നത്. നമ്മുടെ കത്തീഡ്രൽ പള്ളിയിലും 29-ാം തീയതി രാവിലെ 8:30 മണിക്ക് ജൂബിലി ഉദ്ഘാടനം നടത്തുകയാണ്. അതിനുശേഷം നമ്മുടെ രൂപതയിലെ എല്ലാ പള്ളികളിലും ജൂബിലി ഉദ്ഘാടനം നടക്കുന്നു. അത് ജനുവരി 5-ാം തീയതി ഞായറാഴ്ചയാണ്. എല്ലാവർക്കും ജൂബിലിയുടെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അയച്ചിരുന്ന ഇടലേഖനത്തിലെ 2025 ഈ ജൂബിലി 12 പരിപാടികളോട് നടത്തണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്തിരുന്നു. അത് നിങ്ങൾ കേട്ടല്ലോ. ആ പരിപാടികളെല്ലാം ഭംഗിയായി നടത്തുവാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം നമുക്ക് സന്ദേശമായി പിതാവ് സ്പെസ് നോൺ കോൺഫോണ്ടിത്ത്, വിശ്വാസം നമ്മളെ നിരാശരാക്കുന്നില്ല എന്നുള്ള ചാക്രിക ലേഖനം വഴിയായിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പിതാവ് നമുക്ക് സന്ദേശം തരുന്നത് നമ്മളൊക്കെ വിശ്വാസത്തിൻ്റെ യാത്രികരാകണം, വിശ്വാസം തീർത്ഥാടകരാകണം, പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രത്യാശ ഉള്ളവരായിരിക്കണം, പ്രത്യാശ കൊടുക്കണം. എന്തുകൊണ്ടാണ് പ്രത്യാശ ഉള്ളവരായിരുന്നത്? ഈശോ നമ്മുടെ കൂടെയുണ്ട്. പാപത്തെയും മരണത്തെയും ജയിച്ച ഈശോ, ലോകത്തെ കീഴടക്കിയ ഈശോ, ലോകം മുഴുവനും ബഹുമാനിക്കുന്ന ഈശോ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട്, ഈശോയെ നമ്മുടെ കൂടെ സ്വീകരിക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും പ്രത്യാശയാണ്. നമ്മൾ ഒരിക്കലും നിരാശപ്പെടുകയില്ല, സന്തോഷത്തോടെ പ്രത്യാശയോടെ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ മാമോദിസ മുങ്ങി ക്രിസ്ത്യാനികളായി തീർന്ന് എല്ലാവർക്കും പ്രത്യാശയുടെ സാക്ഷികളും പ്രത്യാശയുടെ പ്രഘോഷകരുമാകണം, പ്രത്യാശയുടെ യാത്രികരുമാകണമെന്ന് മാർപ്പാപ്പ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ജൂബിലി ആഘോഷ വർഷത്തിൽ നമുക്കെല്ലാവർക്കും പ്രത്യാശയുടെ യാത്രികരാകാം, പ്രത്യാശയുടെ തീർത്ഥാടകരാകാം എന്ന് ഞാൻ ആശംസിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പള്ളിയിലും കുടുംബത്തിലും വ്യക്തിപരമായിട്ടുള്ള എല്ലാ ആഘോഷങ്ങളും നടത്തി പ്രത്യാശയുടെ യാത്രികരും തീർത്ഥാടകരുമാകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2025 ജൂബിലി വർഷത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. ഈശോ രാജാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.